കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കേരളത്തിലെ സഭയുടെ ഔദ്യോഗിക ഐക്യവേദിയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിലും ഇടപെടുകയും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രവർത്തന രീതിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മതത്തിന്റെ പേരിൽ മതേതര രാഷ്ട്രത്ത് നടന്ന ആദ്യത്തെ വിവേചനം എന്ന് പറയുന്നത് 1950 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ പട്ടികജാതി സംവരണം മതത്തിന്റെ പേരിലാക്കി ചുരുക്കി എന്നുള്ളതാണ്. അന്നു മുതൽ വിശ്വാസത്തിന്റെ പേരിൽ നീതി നിഷേധം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ദളിത് ക്രൈസ്തവ സമൂഹം. ഈ വിവേചനം നിലനിൽക്കുമ്പോൾ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെ തെലങ്കാന ഉൾപ്പെടെയുള്ളവർ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്നു. എന്നാൽ കേരള സർക്കാർ ഘട്ടം ഘട്ടമായി അത് നിർത്തലാക്കുകയും അവസാനം ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് മുൻപ് സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ അതും നിർത്തലാക്കി. അങ്ങനെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ സർക്കാർ നിർത്തലാക്കി. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. 2023 റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പൊ ഏകദേശം 1000 ദിവസമാകുക. എന്നാൽ നാളിതുവരെ ആ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സഭകളും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന സർക്കാർ അതിൽ താല്പര്യം കാണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ദളിത് ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചത് തിരിച്ചു കൊടുക്കുവാനും തയ്യാറാകുന്നില്ല. ഇതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സഭാപിതാക്കന്മാരും വിശ്വാസ സമൂഹവും ചേർന്ന് ഈ വരുന്ന 17-ാം തീയതി LMS കോമ്പൗണ്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ റാലിയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സമ്മേളനവും നടത്തുന്നു. അക്കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പ്രസ് കോൺഫറൻസ് ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ KCCയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് P. തോമസ്, ഇത് സനൽരാജ് അച്ഛൻ, ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ഷാജിമോൻ S. കൈതക്കുടിയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് ഈ പ്രസ് റിലീസിൽ തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് വിശദീകരിക്കാവുന്നതാണ്.